ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ബട്ടൂരയും എഗ്ഗ് ബട്ടർ മസാലയുമാണ് കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണേ. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഇളം ചൂടുള്ള പാൽ 1 കപ്പ് എടുക്കണം. പിന്നെ നമുക്ക് അതിനകത്തേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ്, അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്തിട്ട് അതൊന്ന് കുറച്ച് നേരത്തേക്ക് ഫെർമനൻ്റ് ആവാനായിട്ട് മൂടി വയ്ക്കണം. 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കുമ്പോഴേക്കും അത് ഫെർമനൻ്റ് ആയിട്ട് ഇരിപ്പുണ്ടാവും. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 3 കപ്പ് മൈദയാണ് ചേർക്കേണ്ടത്. പിന്നെ വേണ്ടത് അതിനകത്തേക്ക് ആവശ്യമുള്ള ഉപ്പ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൽ ചേർക്കേണ്ടത് ഒരു മുട്ടയാണ് കേട്ടോ. അതും കൂടി പൊട്ടിച്ചതിനകത്തേക്ക് ഒഴിക്കുക. പിന്നെ വേണ്ടത് 1/4 കപ്പ് തൈരാണ് കേട്ടോ. നല്ല പുളിയില്ലാത്ത തൈരാണ് നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമുള്ളത്. അതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് എല്ലാം കൂടി മിക്സ് ചെയ്ത് ഇതൊന്ന് കുഴച്ചെടുക്കണം. ഇത് കുഴച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഒട്ടുന്ന പോലെയൊക്കെ ഉണ്ടാവും. അത് കുഴപ്പമില്ല, കുഴച്ചൊഴിച്ച് എല്ലാം നല്ല രീതിയിൽ തന്നെ ആയി വരും കേട്ടോ. കുഴച്ച മാവ് കയ്യിലൊട്ടാത്ത രീതിയിലൊക്കെ ആയി വന്നോളും. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് പിന്നെ ഒന്നും കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ. കുഴച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നല്ല രീതിയിൽ തന്നെ എടുക്കാൻ പറ്റുന്ന രീതിയിലായിട്ടുണ്ടാവും മാവ്. കുഴച്ചിട്ട് കുറച്ച് നേരം മൂടി വെച്ച് തുറന്ന് നോക്കുമ്പോൾ അതാ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഓരോ ഉരുളകളാക്കിയിട്ട് എടുക്കണേ. അതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ നമ്മുടെ കയ്യിൽ തൂവിയിട്ട് ഓരോ ഉരുളകളായിട്ട് എടുക്കുക. പിന്നെ ഇത് മൈദ ആയതുകൊണ്ട് തന്നെ നമ്മൾ കുഴച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്കും പരത്താൻ ഉള്ള ഉണ്ടകൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് കുറച്ച് പൊടിയും കൂടി തൂവിയിട്ട് വേണം നമ്മൾ ഉണ്ടയായിട്ട് മാറ്റി വയ്ക്കാനായിട്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഓരോ ഉരുളകൾ എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ പരത്തി കൊടുക്കുക. പരത്തിയിട്ട് ഒരുപാട് പരത്തി കട്ടി കുറക്കരുത്. ചെറിയൊരു കനത്തോടു കൂടി വേണം നമുക്കിത് പരത്തിയെടുക്കാനായിട്ട്. അതിനുശേഷം നമുക്കിതൊന്ന് 4ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് പൊരിച്ചിട്ട് എടുക്കാം. ഇത് നല്ല ഭംഗിയിൽ ഇതൊന്ന് നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ. അങ്ങനെ ഓരോന്നും ഇതേപോലെ പരത്തിയിട്ട് 4ആയിട്ട് കട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ 2ആയിട്ട് ഇടുകയോ ഒറ്റ ഇതിൽ തന്നെ പരത്തി അങ്ങനെ ആയാലും കുഴപ്പമില്ല കേട്ടോ. എന്താണെങ്കിലും ടേസ്റ്റാണ്. അപ്പം ഞാൻ എന്താ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ളതും കൂടി നമുക്ക് അതുപോലെ പൊരിച്ച് പോരാട്ടാ. അങ്ങനെ നമുക്ക് എല്ലാ ബട്ടൂരയും ഇതുപോലെ തന്നെ റെഡിയാക്കിയെടുക്കാം. അടുത്തത് നമുക്ക് ഇതിനകത്തേക്ക് വേണ്ട കറിയാണ് തയ്യാറാക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാൻ ചൂടായി വരുമ്പോഴേക്കും അതിനകത്തേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് മീഡിയം സൈസിലുള്ള 2 സവോളയും 1 തക്കാളി 3 പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു 3 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. വഴന്ന് വരുമ്പോഴേക്കും 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മസാലയുടെയൊക്കെ ഒന്ന് കുത്തൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞതിന് ശേഷം നമുക്കത് ഓഫ് ചെയ്തിടാം കേട്ടോ. എന്നിട്ട് ചൂടാറിക്കഴിഞ്ഞതിന് ശേഷം നമുക്കത് മിക്സിയിൽ അടിച്ചെടുക്കണം. ചൂടോടെ തന്നെ അതിനകത്തേക്ക് ഒരു കഷ്ണം ബട്ടറും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. വീണ്ടും പാൻ അടുപ്പിൽ വെച്ചിട്ട് ഒരു കഷ്ണം ബട്ടറും കൂടി ഇട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ മിക്സ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആ ജാറും കൂടി ഒന്ന് കഴുകിയിട്ട് ആ വെള്ളവും കൂടി ഇതിനകത്തേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കണേ. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു ടേസ്റ്റിന് വേണ്ടി കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടിരിക്കുവേ.
പിന്നെ വേണ്ടത് കുറച്ച് മല്ലിയിലയും പിന്നെ കസ്തൂരി മേത്തി ഒന്ന് പൊടിച്ചിട്ട് അതും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിൻ്റെയൊക്കെ രുചി ഉണ്ടെങ്കിലാണ് ഈ മസാലക്കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അങ്ങനെ നമ്മുടെ എഗ്ഗ് ബട്ടർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അങ്ങനെ എഗ്ഗ് ബട്ടർ മസാലയും പൂരിയും നമ്മൾ തയ്യാറാക്കി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ.